സീറോ മലബാർ സഭയെ സംബന്ധിച്ച് കഴിഞ്ഞ 7 വർഷത്തിലധികമായി ഒരു തീരാ തലവേദനയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം. സഭയെ പിടിച്ചുകുലുക്കിയ ഭൂമി കച്ചവട വിവാദം മുതൽ കുർബാന ഏകീകരണം വരെ തെരുവിൽ തല്ലിയാണ് കലാശിച്ചിട്ടുള്ളത്. ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഏത് നിമിഷവും സഭയിൽ കലാപം ഉറപ്പാണ്. പുതിയ മെത്രാപ്പോലിത്തൻ വികാരിയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും തമ്മിലുണ്ടാക്കിയ ധാരണ എപ്പോൾ വേണമെങ്കിലും ലംഘിക്കപ്പെട്ടേക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ കുർബാന തർക്കം? പള്ളികളിൽ കുർബാന ചൊല്ലേണ്ടത് ഏത് ദിശയിലേക്ക് തിരിഞ്ഞാണ് എന്നത് സംബന്ധിച്ച തർക്കമാണ് അടിസ്ഥാനപരമായി കുർബാന തർക്കം. സീറോ മലബാർ സഭയിൽ മുൻപ് ചിലയിടങ്ങളിൽ പൂർണ്ണമായും അൾത്താരയ്ക്ക് അഭിമുഖമായും മറ്റു ചിലയിടത്ത് ജനാഭിമുഖവുമായിരുന്നു കുർബാന അർപ്പിച്ചിരുന്നത്. ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി, കോതമംഗലം രൂപതകളിലായിരുന്നു അൾത്താരയ്ക്ക് അഭിമുഖമായി കുർബാന ചൊല്ലിയിരുന്നത്. എന്നാൽ എറണാകുളം മുതൽ വടക്കോട്ട് ജനാഭിമുഖമായും കുർബാന ചൊല്ലി. 1999 ഇത് മാറ്റി എല്ലാ രൂപതയിലും ഒരുപോലെ കുർബാന വേണമെന്ന് സഭ തീരുമാനിച്ചു. 50:50 എന്ന രീതിയിൽ പകുതി ജനാഭിമുഖവും ബാക്കി അൾത്താരയ്ക്ക് അഭിമുഖവും എന്നായിരുന്നു അന്ന് സിനഡ് എടുത്ത തീരുമാനം. എന്നാൽ ഇത് പൂർണ്ണമായും നടപ്പായില്ല. ചങ്ങനാശ്ശേരി അതിരൂപതയും അതിന് കീഴിലെ മറ്റു രൂപതകളും സിനഡ് തീരുമാനം പാലിച്ചപ്പോൾ മറ്റുള്ളവർ തങ്ങളുടെ പഴയ രീതി തന്നെ തുടർന്നു. എന്നാൽ 1999 സിനഡ് അംഗീകരിച്ച കുർബാന ക്രമം സഭയിലെ എല്ലാ രൂപതകളും സ്വീകരിക്കണമെന്ന് 2020 സിനഡ് തീരുമാനിച്ചു. ഇത് പ്രകാരം 2021 നവംബർ 28 സീറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണം നടപ്പായി. ആകെയുള്ള 35 രൂപതകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൂർണ്ണമായും, ഫരീദാബാദ്, ഇരിഞ്ഞാലക്കുട രൂപതകളിൽ ഭാഗികമായും ഏകീകൃത കുർബാന നടപ്പായില്ല. ഒടുവിൽ ഫരീദാബാദും ഇരിഞ്ഞാലക്കുടയും ഏകീകൃത രീതി സ്വീകരിച്ചു. എന്നാൽ എറണാകുളത്ത് കുർബാന ഏകീകരണം അംഗീകരിക്കപ്പെട്ടില്ല. ഇത് വലിയ കലഹങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും വഴിമാറി. ഒടുവിൽ പ്രശ്നക്കാർ അൾത്താര തകർക്കുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. 2 വർഷം മുൻപ് ഒരു ക്രിസ്മസ് തലേന്ന് അതിരൂപതയുടെ ബസലിക്കയിലെ അൾത്താര തകർത്ത് നടന്ന തമ്മിലടി ബസലിക്ക പൂട്ടിയിടുന്ന സ്ഥിതിയിലാണ് കലാശിച്ചത്. എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ ന്യായം? വർഷങ്ങളായി തങ്ങൾ പിന്തുടരുന്ന ജനാഭിമുഖ കുർബാന തുടരണമെന്ന വാദമാണ് അവർ മുൻപോട്ട് വെക്കുന്നത്. മാർപ്പാപ്പ ചൊല്ലുന്ന കുർബാന പോലും ജനാഭിമുഖമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. തങ്ങളുടെ ഭാഗം നേടിയെടുക്കാൻ തെരുവിലിറങ്ങി സമരം ചെയ്യാനും ഇവർ മുന്നിലുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം വൈദികരും ഈ വിഭാഗത്തിനൊപ്പമാണെന്നതാണ് യാഥാർത്ഥ്യം. 2025 ജനുവരി 6 മുതൽ 11 വരെ നടന്ന സീറോ മലബാർ സഭാ സിനഡിൽ കുർബാന ഏകീകരണം കർശനമായി നടപ്പാക്കുമെന്ന് ഉറപ്പായതോടെ എറണാകുളത്തെ വൈദികർ സമരം ശക്തമാക്കി. ആദ്യം അങ്കമാലിയിൽ നിരാഹാര സമരം നടത്തിയ വൈദികർ പിന്നീട് അതിരൂപത ബിഷപ്പ് ഹൌസിലേക്ക് എത്തി. ബിഷപ്പ് ഹൌസിൽ പ്രവേശിച്ച വൈദികർ അതിരൂപത കൂരിയ അംഗങ്ങളെ പുറത്താക്കി. ഭരണനിർവഹണത്തിന് ബിഷപ്പിനെ സഹായിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട വൈദിക സംഘമാണ് ഈ കൂരിയ സംഘം. രൂപതയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഇവരാണ്. നിലവിലെ അതിരൂപത കൂരിയയിൽ വിമതപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്നവർ ആരുമില്ലായിരുന്നു. ഇതും വൈദികരുടെ അതൃപ്തിക്ക് കാരണമായി. എന്നാൽ പോലീസ് സഹായത്തോടെ വൈദികരെ പുറത്താക്കി കൂരിയ തിരിച്ചടിച്ചു. അങ്ങനെ സമരം കൊഴുത്തു. വിശ്വാസ സമൂഹം പരിശുദ്ധമെന്ന് വിശ്വസിക്കുന്ന കുർബാന തന്നെ സമരായുധമായി. വൈദികർക്ക് പിന്നാലെ വിശ്വാസികളും തെരുവിൽ തമ്മിലടിച്ചു. സീറോ മലബാർ സഭ സിനഡ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ ചുമതലയിൽ ബോസ്കോ പുത്തൂരിന് പകരം മെത്രാപ്പൊലിത്തൻ വികാരിയെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ നിയോഗിച്ചു. സമരക്കാരുമായി സംസാരിച്ച പാംപ്ലാനി ആദ്യഘട്ടത്തിൽ വിജയിച്ചു. സമരം താൽക്കാലികമായി നിന്നു. പക്ഷേ ഇതൊരു ശാശ്വത പരിഹാരമല്ല എന്ന് ഇരുപക്ഷത്തിനും നല്ല ധാരണയുണ്ട്. എപ്പോൾ വേണമെങ്കിലും സ്ഥിതി മാറും. വേണ്ടി വന്നാൽ പിളരുമെന്ന നിലപാട് വരെ വിമത വിഭാഗത്തിനുണ്ട്. ഈ വിഷയത്തിൽ സീറോ മലബാർ സഭയെ കുഴയ്ക്കുന്നത് എന്താണ്? ഒരു രൂപത മാത്രം കുർബാന ഏകീകരണത്തിൽ നിന്നും വിട്ടുനിന്നാൽ എന്താണ് കുഴപ്പം? ഭൂരിഭാഗം വിശ്വാസികളും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുർബാന ചൊല്ലിക്കൂടെ? അത് തന്നെയാണ് സഭാ നേതൃത്വം നേരിടുന്ന പ്രശ്നവും. എറണാകുളത്ത് വിട്ടുവീഴ്ച ചെയ്താൽ അത് മറ്റ് 34 രൂപതകളെയും ബാധിക്കും. അവിടെയും വിമത പ്രശ്നം തലപൊക്കും. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും. വത്തിക്കാനും കുർബാന ഏകീകരണത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. സഭയ്ക്കുള്ളിലെ പ്രശ്നം തെരുവിലേക്ക് എത്തുന്നതിൽ മറ്റ് വിശ്വാസികൾക്കും പ്രതിഷേധമുണ്ട്. എറണാകുളത്തെ കുർബാന തർക്കം സഭയുടെ ഉള്ളിലെ പ്രശ്നം തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ അത് ക്രമസമാധാന പ്രശ്നമായി മാറുന്നതാണ് പൊതുസമൂഹത്തിന്റെ വിഷയം. ഇത് പരിഹരിക്കാൻ സഭാ നേതൃത്വത്തിനും വിമത വിഭാഗത്തിനും ഒരുപോലെയാണ് ഉത്തരവാദിത്വം. സമാധാനമാണ് ക്രിസ്തു നൽകിയ സന്ദേശം. ഓരോ കുർബാനയും പരസ്പരം കൈമാറുന്നതും സമാധാന ആശംസയാണ്. ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച മഹാ ഇടയന്റെ പിൻഗാമികൾ ശത്രുവിനെ സ്നേഹിച്ചില്ലെങ്കിലും പരസ്പരം ഒന്ന് സ്നേഹിച്ചാൽ മതി.